കനത്ത ചൂടിൽ ഉരുകി കൊല്ലം ജില്ല. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും കൂടുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലകളിൽ ഒന്നായി കൊല്ലം മാറിക്കഴിഞ്ഞു. അടുത്ത 3 ദിവസങ്ങളിൽ 38 ഡിഗ്രി വരെയും 17 മുതൽ 39 ഡിഗ്രി വരെയും ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത്. വായുവിലെ ഈർപ്പവും ചൂടും ഒരുമിച്ച് വരുന്നതിനാൽ യഥാർത്ഥ താപനിലയേക്കാൾ 5 മുതൽ 7 വരെ ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പുറം ജോലികളിൽ ഏർപ്പെടേണ്ടി വരുന്ന നിർമ്മാണ തൊഴിലാളികൾ, ലോട്ടറി വിൽപ്പനക്കാർ, ഗിഗ് തൊഴിലാളികൾ, വഴിയോര വിൽപ്പനക്കാർ തുടങ്ങിയവരാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ചൂട് കൂടുതലാണെങ്കിലും അൾട്രാവയലറ്റ് സൂചികയിൽ കൊല്ലം ജില്ലയിൽ നിലവിൽ കുറവുണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള ഓറഞ്ച് അലർട്ട് പട്ടികയിൽ നിന്ന് യെല്ലോ അലർട്ടിലേക്ക് ജില്ല മാറി. എങ്കിലും ജാഗ്രത അനിവാര്യമാണ്. UV ഇൻഡെക്സിൽ 8-ൽ നിന്ന് 7-ലേക്കാണ് കുറഞ്ഞത്. സൂര്യപ്രകാശത്തിനൊപ്പം ഭൂമിയിൽ പതിക്കുന്ന അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ അളവാണ് ഈ സൂചിക. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. വെയിൽ കനത്തതോടെ ചൂടുമായി ബന്ധപ്പെട്ട് വ്യാജ പ്രചാരണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. ഏപ്രിൽ 29 മുതൽ മെയ് 12 വരെ താപനില 45 ഡിഗ്രി മുതൽ 55 ഡിഗ്രി വരെ ഉയരുമെന്നും തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുതെന്നുമുള്ള വാട്സാപ്പ് സന്ദേശമാണ് പ്രചരിക്കുന്നത്. കേരളത്തിൽ താപനില 54 ഡിഗ്രിയാകുമെന്ന് ഇതുവരെയും കേന്ദ്ര സംസ്ഥാന കാലാവസ്ഥാ വകുപ്പുകൾ പ്രവചിച്ചിട്ടില്ല. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ചൂടിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാണ് പുനലൂരിനെ കനലാക്കി നിലനിർത്തുന്നത്. പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ടതും എന്നാൽ താഴ്ന്ന പ്രദേശമായി നിലനിൽക്കുകയും ചെയ്യുന്ന ഇടമാണ് പുനലൂർ. ഇത് കാറ്റിന്റെ ഗതിയെ തടസ്സപ്പെടുത്തുകയും ചൂടുള്ള വായു അവിടെ തന്നെ തങ്ങി നിൽക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. മലനിരകൾക്ക് താരതമ്യേന ഉയരം കുറവായതിനാൽ ആര്യങ്കാവിലൂടെ തമിഴ്നാട്ടിലെ കാറ്റ് കടന്നു വരുന്നതും തീരപ്രദേശത്ത് നിന്ന് അകന്നു നിൽക്കുന്നതിനാൽ തണുത്ത കടൽക്കാറ്റ് ഇവിടേക്ക് എത്താത്തതും താപനില ഉയരാൻ ഇടയാക്കുന്നു. മഴമേഘങ്ങളുടെ സാന്നിധ്യമില്ലാത്തതും ചൂടുകൂടാൻ കാരണമാണ്. വടക്കൻ അറബിക്കടലിൽ നിന്നുള്ള എതിർചക്രവാതവും ചൂടുകൂടിയ വായു സഞ്ചാരവും ചൂട് വർദ്ധിക്കാൻ മറ്റൊരു കാരണമാണെന്നും കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ പറയുന്നു. അടുത്ത 2 ദിവസങ്ങളിൽ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം ജില്ലയിൽ തിങ്കളാഴ്ച 36.6 ഡിഗ്രി സെൽഷ്യസാണ് താപനില രേഖപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.